ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ വരുന്നത് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ട്രാൻസിസ്റ്റർ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. അതിൽ എങ്ങനെയൊക്കെയാണ് ഓരോ ഏറോ മാർക്കുകൾ എന്തൊക്കെ അതിലുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫിഗർ നല്ല പോലെ നോക്കുക. Applying Kirchhoff voltage rule to the input and output side of a circuit, we get ഇവിടെ നമ്മൾ കിർച്ചോഫിൻ്റെ വോൾട്ടേജ് റൂള് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും കിട്ടുന്ന സംഭവങ്ങളാണ് വി ബി ബി ഈക്വൽ ടു ഐ ബി ആർ ബി പ്ലസ് വി ബി ഇ. അതുപോലെ വി സി ഇ ഈക്വൽ ടു വി സി സി മൈനസ് ഐ സി ആർ സി. We shall treat VBB as the DC input voltage VI and VCE as the DC output voltage VO. So we have VI equal to IB RB plus VBE. അതുപോലെ VO എന്ന് പറയുന്നത് VCC minus ICRC ആണ്. Let us see how VO changes as VI. അപ്പോൾ ഈ O എന്ന് പറയുന്നത് ഔട്ട്പുട്ടും അതുപോലെ I എന്ന് വരുന്നത് ഇൻപുട്ട് ആണ് കേട്ടോ. ഇൻക്രീസസ് ഫ്രം 0 ഓൺവേർഡ്സ്. അപ്പോൾ ഇവിടെ 0യിൽ നിന്ന് ഇൻക്രീസ് ചെയ്യാണ്. ഇൻ ദി കേസ് ഓഫ് SI ട്രാൻസിസ്റ്റർ ആസ് ലോങ് ആസ് ഇൻപുട്ട് VI ഈസ് ലെസ് ദാൻ 0.6 ബി എന്ന് പറയുന്നത് വോൾട്ടേജ്. ദ ട്രാൻസിസ്റ്റർ വിൽ ബി ഇൻ ദ കട്ട് ഓഫ് സ്റ്റേറ്റ് ആൻഡ് IC വിൽ ബി 0. അങ്ങനെ വരുമ്പോൾ VO എന്ന് പറയുന്നത് VCC ആയിട്ട് മാറുന്നു. When VI becomes greater than 0.6 voltage, the transistor in the active state with some current IC in the output path and output VO decreases as the term ICRC increases. With increase of VI, IC increases almost linearly and so VO decreases linearly till its value becomes less than about 1 voltage. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രാഫ് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നല്ല പോലെ പഠിച്ചു വയ്ക്കുക. പിന്നെ നമുക്ക് ഇവിടെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ട്രാൻസിസ്റ്റർ അത് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാതും എഴുതേണ്ട ആവശ്യം വരും. നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ. അപ്പോൾ ഒരു ആംപ്ലിഫയർ ആവുന്ന കേസിൽ ഓൾമോസ്റ്റ് ഓൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് നീഡ് ടു സ്ട്രെങ്തൻ വീക്ക് സിഗ്നൽ. The process of strengthening weak signal is called amplification. അപ്പോൾ ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത് വീക്ക് സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിനെയാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. A properly biased transistor in CE configuration does this. It is called an amplifier. അപ്പോൾ ഒരു പ്രോപ്പർലി ബയാസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റർ അവിടെ ഒരു കോൺഫിഗറേഷൻ നടക്കുക, അതിനെയാണ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. Thus an amplifier is an electronic device which amplifies a weak signal. ഇപ്പോൾ ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. അത് വീക്ക് സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക. ആംപ്ലിഫൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു വീക്ക് സിഗ്നലിനെ സ്ട്രെങ്തൻ ചെയ്യുക. ഇതിനെയാണ് ആംപ്ലിഫയർ എന്ന് വിളിക്കുന്നത്. For using transistor as an amplifier, we will use the active region of VO versus VI curve. The slope of linear part of curve represents the rate of change of the output with the input. It is negative because the output in VCC minus ICRC and not ICRC. That is why as input voltage of the CE amplifier increases, its output voltage decreases and output is said to be out of phase with the input if we consider delta VO and delta VI as small changes in the output and output voltages. Then delta VO divided by delta VI is called the voltage gain of amplifier AV. അപ്പോൾ ഇവിടെ voltage gain of amplifier AV എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ VOയും അതുപോലെ ഡെൽറ്റ VIയും തമ്മിൽ അവിടെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് AV എന്ന് പറഞ്ഞിട്ട് ആംപ്ലിഫയറിൻ്റെ വോൾട്ടേജ് ഗെയിൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണത്. We can express the voltage gain AV in terms of resistors in circuit and current gain of the transistor. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം റെസിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വരുമ്പോൾ ഡെൽറ്റ VI എന്ന് പറയുന്നത് ഡെൽറ്റ IB RB പ്ലസ് ഡെൽറ്റ VB എന്ന്, അപ്പോൾ അവിടെ റെസിസ്റ്ററിൻ്റെ ഒരു ടേമും വന്നു. ബട്ട് ദ സെക്കൻഡ് ടേം ഡെൽറ്റ VBE ഈസ് സ്മോൾ ഇൻ കമ്പാരിസൺ ടു ഡെൽറ്റ IB RB ഇൻ ദ സർക്യൂട്ട്. അപ്പോൾ ഇവിടെ ഡെൽറ്റ VB എന്ന് പറയുന്നത് മറ്റേത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഭയങ്കര സ്മോൾ ആണ്. അങ്ങനെ നമ്മൾക്ക് AV എന്ന് പറയുന്നത് RC ഡിവൈഡഡ് ബൈ RB ബീറ്റ എന്നാണ് വരുന്നത്. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ IC ബൈ ഡെൽറ്റ IB ആണ്. ഇത്രയാണ്
ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയറിൻ്റെ നമുക്കൊരു ചെറിയൊരു ഡെറിവേഷൻ വരുന്നതും എന്താണ് ആംപ്ലിഫയർ, എന്താണ് ആംപ്ലിഫിക്കേഷൻ, അതുപോലെ വോൾട്ടേജ് ഗെയിൻ ഓഫ് ആംപ്ലിഫയർ, ഇതൊക്കെയാണ് നമ്മളിവിടെ നോക്കിയത്. നെക്സ്റ്റ് വരുന്നതാണ് ട്രാൻസിസ്റ്റർ ആസ് ആൻ ആംപ്ലിഫയർ ഇൻ CE കോൺഫിഗറേഷൻ. To operate the transistor as an amplifier, it is necessary to fix its operating point in the middle of its active region. If we fix the value of VBB corresponding to a point in the middle of linear part of transfer characteristic, then the DC base current IB would be constant and corresponding collector current IC will also be constant. The DC voltage VCE equal to VCC minus ICRC would also remain constant. The operating values of VCE and IB determine the operating point of the amplifier. ഇവിടെ നമുക്ക് CE ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഒരു ഫിഗർ നമുക്ക് അത് എങ്ങനെയാണ് ഇവിടെ ഓരോ സംഭവം കണക്ട് ചെയ്തിരിക്കുന്നത്, ഒരു കണക്ഷൻ ഡയഗ്രാം നമുക്കുണ്ട്, അതൊക്കെ നോക്കി വെക്കുക. ഈ കണക്ഷൻ ഡയഗ്രാം ഗ്രാഫ് ഒക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. If a small sinusoidal voltage with amplitude Vi is superimposed on the DC base bias by connecting the source of signal in series with VBB supply, then the base current will be sinusoidal variation superimposed on the value of IB. അപ്പോൾ ഇവിടെ ഈ ഒരു ഫിഗറിൻ്റെ കാര്യങ്ങളാണ്, ഇവിടെ ഈ ഒരു ഡയഗ്രത്തിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്രാക്ടിക്കൽ സർക്യൂട്ട് ഓഫ് എ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഇവിടെ നമുക്ക് ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഒരു ഫിഗർ കണക്ഷൻ ഡയഗ്രാമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഔട്ട്പുട്ട് ഓഫ് ആൻ ആംപ്ലിഫയർ ക്യാൻ ബി ടേക്കൺ എയ്തർ അക്രോസ് കളക്ടർ ആൻഡ് എമിറ്റർ ആൻഡ് ഓഫ് സപ്ലൈ ഓർ അക്രോസ് ദ ലോഡ് റെസിസ്റ്റൻറ്റ്. അപ്പോൾ ഒരു ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കളക്ടർ ആയിരിക്കാം, എമിറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ സപ്ലൈ അല്ലെങ്കിൽ ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിരിക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറയുന്നത്. In either case, magnitude will be same, but in first case, a phase reversal will take place as discussed earlier. When amplification of single transistors is not sufficient, we can use 2 or more transistors. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംപ്ലിഫിക്കേഷൻ നമുക്കതിൽ സിംഗിൾ ട്രാൻസിസ്റ്ററിൽ ഒരെണ്ണം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. നമുക്ക് 2 or 3 ട്രാൻസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ട്രാൻസിസ്റ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. Thus, there are single stage transistor amplifier and a multi-stage transistor amplifier. അതുകൊണ്ട് തന്നെ അവിടെ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഉണ്ട്, അതുപോലെ മൾട്ടി സ്റ്റേജും ഉണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ആൻഡ് ബാൻഡ് വിഡ്ത്ത്. നമുക്ക് നോക്കാം. A good amplifier should give the same amplification for all frequencies at which is to be used. But in general, the gain of the amplifier varies with the frequency. അപ്പോൾ ആംപ്ലിഫയറിൻ്റെ ഒരു ഗെയിൻ ഫ്രീക്വൻസി അനുസരിച്ച് വേരി ചെയ്യും. When a graph is drawn between voltage gain of the amplifier and frequency of the signal, it is called a frequency response curve. അപ്പോൾ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമുക്കൊരു ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് തന്നിട്ടുണ്ട്, അത് വരച്ച് വയ്ക്കാം. From the graph, it is seen that the gain is almost constant and maximum in a certain mid-frequency range and decreases at both lower higher frequencies. അപ്പോൾ ഗെയിൻ എന്ന് പറയുന്നത് എന്താണ്, ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ മാക്സിമം ആവുന്നുണ്ട് ചില ഭാഗത്ത്, അതുപോലെ ഡിക്രീസ് ചെയ്യുന്നുണ്ട്, ലോവർ ഹയർ ഫ്രീക്വൻസി ഒക്കെ വരുന്നുണ്ട്. പിന്നെ F1 F2 ഫ്രീക്വൻസിനെയാണ് നമ്മൾ ലോവർ ആൻഡ് അപ്പർ ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രാഫിലുള്ള സംഭവങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലനേഷൻ ഓഫ് ലോ ഗെയിൻ ബിലോ F1 ആൻഡ് അബോവ് F2. The decrease in gain at low frequency is due to the increase in reactance of the input coupling and bypass capacitors. The reactance of the capacitor Xc equal to 1 by C omega equal to 1 by C into 2 pi F increases with the decrease in F. അപ്പോൾ XC കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ വെൻ ഫ്രീക്വൻസി ഡിക്രീസസ് ദ സിഗ്നൽ കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ ഡിക്രീസ്. അപ്പോൾ ഫ്രീക്വൻസി കുറയുമ്പോൾ ഇവിടെ കറണ്ടിൻ്റെ ആ ഒരു സിഗ്നലിലെ കപ്പാസിറ്റർ കൂടെ അതും കുറയും. ഗെയിൻ ഡിക്രീസ് ചെയ്യുമ്പോൾ അതുപോലെ ഫ്രീക്വൻസി കുറയുമ്പോൾ എന്തൊക്കെ കുറയും, കറണ്ട് സിഗ്നൽ കപ്പാസിറ്ററോടുള്ള കറണ്ട് സിഗ്നൽ കുറയും, അതുപോലെ ഗെയിനും ഡിക്രീസ് ചെയ്യും. അതുപോലെ ഫ്രീക്വൻസി 0 ആവുമ്പോൾ
reactance become infinity and so the signal current becomes zero also gain. അപ്പോൾ ഇവിടെ ഫ്രീക്വൻസിയുടെ ഒപ്പമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ഫ്രീക്വൻസി കുറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ കറൻറ്റും കുറയും, കപ്പാസിറ്ററിൻ്റെ ആ ഒരു ഗെയിൻ അതൊക്കെ കുറയും. അതേപോലെ തന്നെ ഫ്രീക്വൻസി സീറോ ആയി കഴിഞ്ഞാൽ സിഗ്നൽ കറൻറ്റും സീറോ ആവും, അതുപോലെ ഗെയിനും സീറോ ആവും. The reason for decrease in gain at high frequency is the existence of internal capacitance of the transistor. These capacitance are very small and become effective only at high frequencies. A part of the input current to a transistor flows through these capacitance as displacement current. The balance flows as ordinary conduction current between base and emitter. നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കാവുന്ന കാര്യമാണ്. നെക്സ്റ്റ് വരുന്നതാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഫീഡ്ബാക്ക്. എ ഫീഡ്ബാക്ക് സിഗ്നൽ വിച്ച് ഈസ് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ ബൂസ്റ്റ് up the input and is called positive, direct or regenerative feedback. ഒരു ഫീഡ്ബാക്ക് സിഗ്നൽ അത് ഇൻപുട്ട് സിഗ്നലിനെ ഒപ്പം ബൂസ്റ്റപ്പ് ചെയ്യുക, ഇൻപുട്ടിനെ ബൂസ്റ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇഫ് ദ ഫീഡ്ബാക്ക് സിഗ്നൽ ആൻഡ് ഇൻപുട്ട് സിഗ്നൽ ഹാവ് ഓപ്പോസിറ്റ് ഫേസസ്, അപ്പോൾ ഇത് രണ്ടിൻ്റെയും ഓപ്പോസിറ്റ് ഫേസ്, മറ്റേതെന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ഫേസിലായിരുന്നു, ഇത് ഓപ്പോസിറ്റ് ഫേസ്. അതുപോലെ മാഗ്നിറ്റ്യൂഡ് റെഡ്യൂസ് ചെയ്യുക, അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്നത് ഫീഡ്ബാക്ക്, ആ ഒരു ഫീഡ്ബാക്കിനെ പറയുന്നത് നെഗറ്റീവ്, അതിന് ഇൻവേഴ്സ് എന്നും പറയും, ഡീജനറേറ്റീവ് ഫീഡ്ബാക്ക് എന്നും പറയും. അപ്പോൾ 3 പേരുകളാണുള്ളത്. ഒന്ന് നെഗറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്, പിന്നെ ഇൻവേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്, ഡീജനറേറ്റീവ് ആണെന്ന് പറയുന്നുണ്ട്. മുന്നത്തേന് പോസിറ്റീവാണ്, ഡയറക്റ്റ് ആണ്, റീജനറേറ്റീവ് ആണ്. അപ്പോൾ ഈ 3 പേരുകളും നോക്കി വയ്ക്കാം. പിന്നെ നമുക്ക് വോൾട്ടേജ് ഫീഡ്ബാക്ക്, കറണ്ട് ഫീഡ്ബാക്ക്, കോമ്പൗണ്ട് ഫീഡ്ബാക്ക്, അങ്ങനത്തെ കുറച്ച് ഫീഡ്ബാക്കുകളുണ്ട്. The positive feedback is used in oscillators and negative feedback in generally used in amplifiers. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത് ഓസിലേറ്ററിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത് ആംപ്ലിഫയേഴ്സിലുമാണ്. The feedback may also classified as voltage feedback, current feedback, compound feedback. അപ്പോൾ ഈ ഒരു ഫീഡ്ബാക്കിനെ 3 ആക്കി തിരിച്ചിട്ടുണ്ട്. അതാണ് വോൾട്ടേജ്, കറന്റ്, കോമ്പൗണ്ട്. If the magnitude of feedback signal is proportional to output voltage of the amplifier, the feedback is called voltage feedback. അപ്പോൾ വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ്, ഈ ഒരു ഫീഡ്ബാക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ് പ്രൊപ്പോർഷണൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ് ആവുമ്പോൾ അതിനെ വോൾട്ടേജ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നു. അതുപോലെ ഈ ഫീഡ്ബാക്ക് ഔട്ട്പുട്ട് കറൻറ്റിനോട് പ്രൊപ്പോർഷണൽ ആവുമ്പോൾ കറണ്ട് ഫീഡ്ബാക്ക് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഫീഡ്ബാക്ക് പാർഷ്യലി പ്രൊപ്പോർഷണൽ ടു ഔട്ട്പുട്ട് വോൾട്ടേജ്, അതിനെ പറയുന്നതാണ് കോമ്പൗണ്ട് ഫീഡ്ബാക്ക്. അപ്പോൾ ഇത്രയാണ് ഫീഡ്ബാക്കിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻറ്റേർണൽ ആംപ്ലിഫയർ ആൻഡ് എ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. അപ്പോൾ ഇതിൽ ഇൻറ്റേർണൽ ആംപ്ലിഫയർ, ഫീഡ്ബാക്ക് നെറ്റ്വർക്കാണുള്ളത്. നെറ്റ്വർക്ക് എക്സ്ട്രാക്ട് ആസ് എ പാർട്ട് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് of internal amplifier and delivers it to input terminals of the amplifier, thus modifying the gain of amplifier. The block diagram of typical voltage feedback is shown in figure. അപ്പോൾ നമുക്ക് ഇവിടെ ഫിഗർ ഒക്കെ തന്നിട്ടുണ്ട്, അതിൽ ഉണ്ട് ഈ സംഭവങ്ങളൊക്കെ. നിങ്ങളിതിൻ്റെ ഫിഗറൊക്കെ നോക്കുക. അതുപോലെ ഫീഡ്ബാക്ക് റേഷ്യോ, റിവേഴ്സ് ട്രാൻസ്വേഴ്സ് റേഷ്യോ, ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ, റിവേഴ്സ് ട്രാൻസ്മിഷൻ ഫാക്ടർ, അങ്ങനെ പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ബീറ്റ എന്നാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഫിഗറിലുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഡെറിവേഷൻ പോലെ വരുന്നുണ്ട്. ഫിഗർ നോക്കി പഠിക്കാവുന്ന സംഭവമാണിത്. ജസ്റ്റ് നോക്കുക, വി ഒ ഡിവൈഡഡ് ബൈ വി ഐ എന്ന് പറയാം. അപ്പോൾ വി ഒ ഡിവൈഡഡ് ബൈ വി എസ് മൈനസ് വി എഫ് ആണ് വി ഐ എന്ന് പറയുന്നത്. അത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോവാം, നമുക്ക് ആൻസർ കിട്ടും. എ എഫ് എന്ന് പറയുന്നത് ഫീഡ്ബാക്കിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബൈ 1 മൈനസ് എ ബീറ്റ എന്ന് പറയുന്നതാണ്. അടുത്തത് വരുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. ഇറ്റ് സ്റ്റെബിലൈസസ് ഗെയിൻ, ഇറ്റ് ഇംപ്രൂവ്സ് ദ ഫ്രീക്വൻസി റെസ്പോൺസ്, ഇറ്റ് റെഡ്യൂസ് ദ നോയ്സ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്, ഇറ്റ് റെഡ്യൂസ് ദ ഫേസ് ഡിസ്റ്റോർഷൻ. നെക്സ്റ്റ് ആണ് ഓസിലേറ്റേഴ്സ്. ആൻ ഓസിലേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് കൺവേർട്ട് DC പവർ ഫ്രം ദ സപ്ലൈ ഇൻ ടു AC പവർ ഇൻ ലോഡ് വിതൗട്ട് the application of an external input signal. ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആണ്. DC പവറിനെ അത് DC പവർ കൺവേർട്ട് ചെയ്യാണ്. DC പവർ ഫ്രം ദ സപ്ലൈ ഇൻ ടു AC പവർ, DCനെ ACയിലോട്ട് കൺവേർട്ട് ചെയ്യാണ്. അവിടെ ഒരു
എക്സ്റ്റേണൽ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഒന്നും അപ്ലിക്കേഷൻ ഇല്ലാണ്ട് കൺവേർട്ട് ചെയ്യുക. അതാണ് ഓസിലേറ്റർ. ഓസിലേറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓസിലേറ്റേഴ്സ് ആണ് വരുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ നേച്ചർ ഓഫ് ജനറേറ്റഡ് വേവ് ഫ്രം ഓസിലേറ്റേഴ്സ് മേ ബി ക്ലാസിഫൈഡ്. അപ്പോൾ സൈനോസോയിഡൽ ഓർ ഹാർമോണിക് ഓസിലേറ്റർ അല്ലെങ്കിൽ റിലാക്സേഷൻ ഓസിലേറ്റർ. അല്ലെങ്കിൽ അല്ലാട്ടോ, രണ്ട് ഓസിലേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് സൈനോസോയിഡൽ അല്ലെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ അങ്ങനെയാണ് പറയുക. പിന്നെ വരുന്നത് റിലാക്സേഷൻ ഓസിലേറ്റർ. അപ്പോൾ രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. സൈനോസോയിഡൽ ഓസിലേറ്റേഴ്സ് ജനറേറ്റ് സൈനോസോയിഡൽ ഓർ നിയർ ബൈ സൈനോസോയിഡൽ വേവ് ഫോംസ് ഓഫ് ഡിഫൈൻഡ് ഫ്രീക്വൻസീസ്. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ഡെഫിനിറ്റ് ഫ്രീക്വൻസിയിലാണ് ഇത് ഫോം ചെയ്യുന്നത്. റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ് ജനറേറ്റ് നോൺ സൈനോസോയിഡൽ വേവ് ഫോംസ് സച്ച് ആസ് സ്ക്വയർ ഓർ സോ ടൂത്ത് വേവ് ഫോംസ്. അപ്പോൾ ഇതല്ലാത്ത ഈ ഒരു ഹാർമോണിക് ഓസിലേറ്റർ അല്ലാത്ത തരം ഓസിലേറ്റേഴ്സ് ഫോം ചെയ്യുന്നതാണ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഓസിലേഷൻസ്. ഇനി അടുത്തത് വരുന്നത് മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിങ് ഓസിലേഷൻ വെച്ചിട്ട് അത് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് നെഗറ്റീവ് റെസിസ്റ്റൻസ് ഓസിലേറ്റർ, രണ്ടാമത്തെ ഫീഡ്ബാക്ക് ഓസിലേറ്റേഴ്സ്. Negative resistant oscillators, oscillations are produced using active device such as tunnel diode, which exhibits a negative resistance region in its current voltage characteristic. അതേപോലെ തന്നെ ഒരു ഫീഡ്ബാക്ക് ഓസിലേറ്റർ എന്ന് പറയുമ്പോൾ അവിടെ ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും ഓസിലേഷൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് രണ്ട് ടൈപ്പ് വരുന്നത്. നെക്സ്റ്റ് ആണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓസിലേറ്റേഴ്സ്. Oscillators are based on the principle that negative resistance provided to an oscillating device can compensate for the losses in circuit and overcome the natural damping of oscillation. In a feedback oscillator, such a negative resistance is provided by external positive feedback, which makes the overall gain infinity. ഇനി ഫീഡ്ബാക്ക് ഓസിലേറ്ററിൻ്റെ റിക്വയർമെൻറ്റ്സ് അതിൻ്റെ ജസ്റ്റ് ഇക്വേഷൻസ് ഒക്കെയാണുള്ളത്. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫീഡ്ബാക്ക് ഓസിലേറ്റേഴ്സ് സംഭവമൊന്നും ഞാൻ എഴുതിയ ക്വസ്റ്റ്യൻ പേപ്പറിലൊന്നും കണ്ടിട്ടില്ല. ഇനി വരുന്നതിൽ നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അടുത്തത് ഈ ഒരു ഇലക്ട്രോണിക്സിൽ മെയിനായിട്ട് വരുന്നൊരു ഹെഡിങ് തന്നെയാണ് ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ്സ് നല്ല എളുപ്പമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് വരാറുണ്ട്. A logic gate is an electronic circuit which makes logic decisions and it has one output and one or more input. ലോജിക് ഗേറ്റ് എന്ന് പറയുമ്പോൾ അതിന് വൺ ഔട്ട്പുട്ടും പക്ഷെ ഇൻപുട്ട് ഒന്നും അതിലധികം ഉണ്ടാവും. അതാണ് ലോജിക് ഗേറ്റ്. അപ്പോൾ ലോജിക് ഗേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ ഓർ ഉണ്ട്, ആൻഡ് ഉണ്ട്, നോട്ട് ഗേറ്റ് ഉണ്ട്. അതാണ് മെയിനായിട്ട് നമ്മൾ 3 ഫണ്ടമെൻ്റൽ ഗേറ്റ്സ് ആയിട്ട് വരുന്നത്. അതാണ് നമുക്കത് നോക്കാം. പോസിറ്റീവ് നെഗറ്റീവ് ലോജിക്ക് ഒക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഓർ ഗേറ്റിനെ പറ്റിയാണ് നോക്കാനുള്ളത്. ആൻഡ് ഓർ ഗേറ്റ് ഈസ് എ ലോജിക് ഗേറ്റ് ദാറ്റ് ഹാസ് 2 or more ഇൻപുട്ട് ബട്ട് ഓൺലി 1 ഔട്ട്പുട്ട്. ഓർ ഗേറ്റ് എന്ന് പറയുമ്പോൾ അതിൽ 2 അതിലധികമോ ഇൻപുട്ട് ഉണ്ടായിരിക്കാം, പക്ഷെ ഔട്ട്പുട്ട് ഒരെണ്ണം ഉണ്ടാവുള്ളൂ. അതിനാണ് ഓർ ഗേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ഔട്ട്പുട്ട് ഭയങ്കര ഹൈ ആയിരിക്കും, ഇൻപുട്ടും ഹൈ ആയിരിക്കും. ബിക്കോസ് ഓഫ് ഇറ്റ്സ് കോൾഡ് എനി ഓർ ഓൾ ഗേറ്റ് അങ്ങനെയും പറയും. ഇനി ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് ബോക്സ് ഉണ്ട്, അതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രം ഉണ്ട്, പിന്നെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, ഈ സമ്മും പിന്നെ ബൂലിയൻ എക്സ്പ്രഷൻ ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കി വയ്ക്കാം. റെഫറിങ് to the figure given below, A and B are input voltage and output voltage is Y. Negative terminal of battery is grounded and correspond to 0 state. ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. പിന്നെ പറയുന്നത് എയും ബിയും ഔട്ട്പുട്ട് വോൾട്ടേജസ് ഐഡിയലി 0. പിന്നെ എ എന്ന് പറയുന്നത് 0 ആണ്, ബി എന്ന് പറയുന്നത് 0 ആണ്. അങ്ങനെയാണെങ്കിൽ വൈ എന്ന് പറയുന്നതും 0 ആയിരിക്കും. ഇവിടെ വരുന്ന ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ഈക്വൽ ടു വൈ ആണ്. എന്തായാലും നമുക്ക് ആ ഒരു ബോക്സിൽ 0യോ 1ഉം മാത്രമേ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഓർ ഗേറ്റിൻ്റെ കാര്യത്തിൽ എ പ്ലസ് ബി ഈക്വൽ ടു വൈ. അപ്പോൾ അങ്ങനെ ആലോചിച്ച് വയ്ക്കുക. ഏതെങ്കിലും ഒരെണ്ണം 1 ആയിക്കഴിഞ്ഞാൽ നമുക്ക് വൈ എന്ന് പറയുന്നതും 1 ആയിട്ട് കിട്ടും. അതാണ് ഓർ ഗേറ്റ്. പിന്നെ അതിൻ്റെ ആ ഒരു ഡയഗ്രാം, ആ ഒരു ഫിഗർ ഉണ്ട്. പിന്നെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്തായാലും നിർബന്ധമായിട്ട് നോക്കാം. അപ്പോൾ ഇവിടെ 0 0 0യും 0യും ആഡ് ചെയ്താൽ 0 കിട്ടും, അതാണ് വൈയിൽ. അതുപോലെ A 0യും B 1ഉം ആണ്. നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. പിന്നത്തെ 1ഉം 0യും ആഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. പിന്നെ 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് എഴുതിക്കാൻ പാടില്ല. 1ഉം 1ഉം ആഡ് ചെയ്യുമ്പോൾ 1 എന്ന് നമുക്ക് എഴുതാൻ പാടുള്ളൂ. കാരണം നമുക്ക് 0യും 1ഉം മാത്രമേ എഴുതാനുള്ള ചാൻസ് ഉള്ളൂ. അങ്ങനെ നോക്കി പഠിച്ചു വയ്ക്കുക. പിന്നെ ഇതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ എന്തായാലും പഠിച്ചു വയ്ക്കേണ്ട ഒരു സംഭവമാണ്.
അടുത്തത് വരുന്നതാണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ വേറൊരു സംഭവമാണ്. ഇതും ഇതുപോലെ തന്നെ നമ്മൾ പറയുക ഇതിന് ഒന്നോ അതിലധികമോ അല്ല രണ്ടോ അതിലധികമോ ഇൻപുട്ട് ഉണ്ടായിരിക്കും, പക്ഷെ ഔട്ട്പുട്ട് ഒരെണ്ണം മാത്രമായിരിക്കും. ഇവിടെ ബൂളിയൻ എക്സ്പ്രഷൻ വരുന്നത് A ഇൻറ്റു ബി ഈക്വൽ ടു വൈ, A.B ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇവിടെ എങ്ങനെയാണ് അപ്പോൾ വരിക? ഏതെങ്കിലും ഒന്ന് 0 ആയിക്കഴിഞ്ഞാൽ മറ്റേത് എന്തായാലും 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ എയും ബിയും 0 ആണ്, അപ്പോൾ വൈ ഓൾറെഡി എന്തായിരിക്കും 0 ആയിരിക്കും. പിന്നെ 0 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 0 ആണ്, 1 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0 ആണ്, 1 ഇൻറ്റു 1 1. അപ്പോൾ ഇതിൻ്റെ ആൻഡ് ഗേറ്റിൻ്റെ സംഭവം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് അതിൻ്റെ ഒരു ഡയഗ്രാം നോക്കി വയ്ക്കാം. പിന്നെ അതിൻ്റെ സിംബോളിക്ക് ആ ഒരു എന്താണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈ A.B ഈക്വൽ ടു വൈ ഇല്ലേ, അതാണ് ബൂളിയൻ എക്സ്പ്രഷൻ. പിന്നെ അതിൻ്റെ ആ ഒരു ടേബിളൊക്കെ നിർബന്ധമായിട്ട് നോക്കേണ്ട സംഭവമാണ് കേട്ടോ. ട്രൂത്ത് ടേബിൾ എന്നൊക്കെ പറയും ആ സംഭവം. നെക്സ്റ്റ് വരുന്നതാണ് നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിന് ഒരു ഇൻപുട്ടും അതുപോലെ ഒരു ഔട്ട്പുട്ടും ആണുള്ളത്. നിങ്ങളതിൻ്റെ ഫിഗർ നോക്കി പഠിക്കുക. ഇവിടെ A എന്ന് പറയുന്നത് 0 ആണെങ്കിൽ Y എന്ന് പറയുന്നത് 1, A 1 ആകുമ്പോൾ Y 0 ആവുന്നു. ഇതാണ് ഇതിൽ വരുന്നത്. പിന്നെ എന്തൊക്കെയാണ് യൂണിവേഴ്സൽ ഗേറ്റ്? ചിലപ്പോൾ നമുക്കൊരു essay ഒക്കെ വരാം യൂണിവേഴ്സൽ ഗേറ്റ്സിനെ പറ്റിയിട്ട്. നമുക്ക് essay ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത് നാൻഡ് ഗേറ്റ് അതുപോലെ നോർ ഗേറ്റ് വരുന്നുണ്ട്. ഇതാണ് നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സൽ ഗേറ്റിൽ നാൻഡ് ഗേറ്റ് ഫസ്റ്റ് നോക്കാം. ഇതെന്ന് പറയുന്നത് ആൻഡ് ഗേറ്റിൻ്റെയും നോട്ട് ഗേറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. നോട്ടും നാൻഡും, അപ്പോൾ അല്ല നോട്ടും ആൻഡും. അപ്പോൾ നമ്മൾ നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നു. പിന്നെ ഈ ഗേറ്റിൻ്റെ സംഭവം എഴുതുമ്പോൾ ആ ഒരു ആൻഡ് ഓർ നാൻഡ് നോട്ട് ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ ക്യാപിറ്റലിലാണ് എഴുതുക, ഗേറ്റ് മാത്രമാണ് സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുക. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ തന്നെ ആ ഒരു ബൂളിയൻ എക്സ്പ്രഷൻ A.B അതിൻ്റെ മേലൊരു ബാർ ഉണ്ട് കേട്ടോ, അത് നോക്കണം. അപ്പോൾ ഈ ട്രൂത്ത് ടേബിളൊക്കെ നോക്കി വയ്ക്കുക. ഇവിടെ ഇങ്ങനെയാണ് 0 0 1 ആണ്, അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത്, അത് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 0 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കിട്ടേണ്ടത് ഏതാണ്? 0 ആണ്, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളിവിടെ എഴുതേണ്ടത്. മനസ്സിലായില്ലേ? അങ്ങനെ സംഭവം നോക്കാം. പിന്നെ ഇതിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കാം. ഇതിൻ്റെ നമുക്ക് ടേബിൾ വരുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഒരു എക്സാമ്പിളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമുക്ക് സാധാരണ അങ്ങനെ കണ്ടിട്ടില്ല, ഇനി വരും നമുക്ക് അറിഞ്ഞുകൂടാ. അടുത്തത് വരുന്നതാണ് നോർ ഗേറ്റ്. നോർ ഗേറ്റ് ഇതുപോലെ തന്നെ A+Bയുടെ മേലെ ഒരു ബാർ ഉണ്ട്. അപ്പോൾ A+B ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കണം. അതുപോലെ ഇതിൻ്റെ സിമ്പൽ നോക്കുക, ട്രൂത്ത് ടേബിൾ നോക്കുക, അതിൻ്റെ ഒരു കണക്ഷൻ ഡയഗ്രം എങ്ങനെയാണ് വരുന്നത് നോക്കുക. പിന്നെ നോർ ഗേറ്റ് എന്ന് പറയുമ്പോൾ നോട്ട് ഗേറ്റും ഓർ ഗേറ്റിൻ്റെയും കോമ്പിനേഷനാണ്. ആ സംഭവമൊക്കെ നോക്കി വയ്ക്കുക. ഡി മോഗൻസ് തിയറം, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഡി മോഗൻസ് തിയറം. ഡി മോഗൻ തിയറം ആർ 2 ബൂളിയൻ റൂൾസ് വിച്ച് ആർ വെരി യൂസ്ഫുൾ ഫോർ സിംപ്ലിഫൈങ് ദ കോംപ്ലിക്കേറ്റഡ് ലോജിക്കൽ എക്സ്പ്രഷൻ. അപ്പോൾ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലോജിക്കൽ എക്സ്പ്രഷനൊക്കെ സിംപ്ലിഫൈ ചെയ്യുന്നതാണ് ഡി മോഗൻസ് തിയറം. 2 ബൂളിയൻ റൂൾസ് ആണ് നമുക്കുള്ളത്. ഒന്ന് A.B അതിൻ്റെ മേലൊരു ബാർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അതിനെ പറയുന്നതാണ് A ബാർ പ്ലസ് B ബാർ. നമ്മൾ നേരത്തെ പഠിച്ച അതേ സംഭവം തന്നെയാണ് ഈ ഒരു ഡി മോഗൻസ് തിയറം. ഇതിൽ ആ 2 ഇക്വേഷൻസ് എഴുതി വെച്ചാൽ തന്നെ നമുക്ക് മാർക്കാണ്. അടുത്തത് വരുന്നതാണ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ്. എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിലൊരു എക്സ് കൊണ്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഓർ ഗേറ്റ് അല്ലെങ്കിൽ സോർ ഗേറ്റ്. It is one that assumes one state if one and only one input assume the one state. The circuit symbol and the truth table for a 2 input SOR gate are shown figure. നമുക്ക് y ഈക്വൽ ടു A പ്ലസിൻ്റെ ചുറ്റൊരു വട്ടം പിന്നെ A, ഇങ്ങനത്തെ ഒരു സംഭവം നമുക്കിതിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ SOR ഗേറ്റിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ വരുന്നത് എങ്ങനെയാണ്? 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 1 1, അതുപോലെ ഇൻറ്റു അല്ല കേട്ടോ, പ്ലസ് 0 പ്ലസ് 0 0, 0 പ്ലസ് 1 1, 1 പ്ലസ് 0 1, പിന്നെ 1 പ്ലസ് 1 0 ആണ് ഇവിടെ വരുന്നത്. ആ സംഭവം നമ്മൾ നോക്കി വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് 0 പ്ലസ് 0ക്കും 0 ആണ്, 1 പ്ലസ് 0ക്കും 0 ആണ്. അതാണ് സോർ ഗേറ്റ്. അതുപോലെ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു സിമ്പിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു കർവ് മാതിരി ഒരു സാധനം വരുന്നുണ്ട്, അതൊക്കെ ശ്രദ്ധിച്ച് വയ്ക്കാം. അതുപോലെ എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് ഉണ്ട്, ഇതേപോലെ തന്നെയാണ് നോർ ഗേറ്റും വരുന്നത്. നോർ ഗേറ്റ് എക്സ് നോർ ഗേറ്റിൻ്റെ ഒരു ട്രൂത്ത് ടേബിൾ ഉണ്ട്, ഇതുപോലെ തന്നെ നമ്മളത് ശ്രദ്ധിച്ച് പഠിക്കുക. ഇതിൽ വരുന്നത് 0യും 0യും
നമുക്ക് സാധാരണ 0 ആണ് കിട്ടേണ്ടത്, പക്ഷെ നമ്മൾ 1 ആണ് ഇവിടെ എഴുതുന്നത്. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ. അതുപോലെ ഇതിൻ്റെ ആ ഒരു റെപ്രസെൻറ്റേഷൻ്റെ ഇടയിൽ, ആ ഒരു കർവിൻ്റെ ഇടയിൽ ഒരു വര വരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ ഈ ലോജിക് ഗേറ്റ് സാധാരണ എസ് ഒക്കെ ആയിട്ട് ചോദിക്കാനായിട്ട് നമുക്ക് ചാൻസ് ഉള്ള സംഭവമാണ്. നല്ലപോലെ പഠിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ലോജിക് ഗേറ്റ്. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിൽ വരുന്നത്. നമ്മൾ 3 പാർട്ടായിട്ടാണ് ഇത് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബാക്കി പാർട്ടൊക്കെ കണ്ടു നോക്കുക. മനസ്സിലാവാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ റിവിഷൻ സ്ത്രീയിൽ വന്നിട്ട്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള റിവിഷൻ സ്ത്രീയിൽ വന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണ്ടിരിക്കുക എന്താണെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക്